ജനസേവകൻ അല്ലെങ്കിൽ ഗ്രാമസേവകൻ എക്സാമിന് വേണ്ടിയിട്ട് പഠിക്കാനായിട്ട് അവർ അയച്ചു തന്നിട്ടുള്ള PDF-ൽ ഗ്രാമസേവകൻ അല്ലെങ്കിൽ ഗ്രാമസേവിക അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. അതിലൊന്നാമത്തെന്ന് പറയുന്നത് ഈ ഒരു നിയമനം താൽക്കാലികം മാത്രമാണ്. അതായത് ഗ്രാമസേവകൻ അല്ലെങ്കിൽ ഗ്രാമസേവികയുടെ നിയമനം എന്ന് പറയുന്നത് താൽക്കാലികമാണ്. നിയമനം ലഭിച്ച് ആദ്യത്തെ 60 ഹാജർ കഴിയുന്ന മുറയ്ക്ക് മാത്രമേ 12,000 രൂപ ശമ്പളവും 3,000 രൂപ യാത്രാബദ്ധയും ലഭിക്കുകയുള്ളൂ. അതായത് 2 മാസം കഴിഞ്ഞ് 60 ഹാജർ എന്ന് പറയുമ്പോൾ 2 മാസം, ആ ഒരു 2 മാസം കഴിഞ്ഞാലാണ് ഇവർ പറഞ്ഞ ഒരു സാലറി 12,000 രൂപയും അതുപോലെ 3,000 രൂപ യാത്രാബദ്ധയും ലഭിക്കുകയുള്ളൂ. ആദ്യത്തെ 2 മാസം ഇൻസെൻറ്റീവായിട്ട് 5,000 രൂപ മാത്രമേ ലഭിക്കൂ. ആദ്യത്തെ 2 മാസം ഇൻസെൻറ്റീവായിട്ട് 5,000 രൂപ മാത്രമേ ലഭിക്കുകയുള്ളൂ. ഗ്രാമസേവകർ അല്ലെങ്കിൽ ഗ്രാമസേവിക ഒരു മാസം 25 ദിവസത്തിൽ കൂടുതൽ വർക്ക് ചെയ്താൽ അവർക്ക് കൂടുതൽ ചെയ്ത ദിവസം കണക്കുകൂട്ടി ഒരു ദിവസം 350 രൂപ ക്രമത്തിൽ ശമ്പളത്തിനൊപ്പം ലഭിക്കും. അതായത് ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് ഒരു മാസം 25 ദിവസത്തിൽ കൂടുതൽ ഒരു ഗ്രാമസേവകൻ അല്ലെങ്കിൽ ഗ്രാമസേവിക വർക്ക് ചെയ്യുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കൂടുതൽ ചെയ്ത ദിവസം എത്രയാണെന്ന് വെച്ചാൽ അത് കണക്ക് കൂട്ടിയിട്ട് അതിൽ ഒരു ദിവസത്തിന് 350 രൂപ ക്രമത്തിൽ ശമ്പളത്തിനൊപ്പം ലഭിക്കും. ഇപ്പം നമ്മൾ ഒരു 27 ദിവസം ഒരു മാസം വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ദിവസം എക്സ്ട്രാ നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ 2 ദിവസത്തിന് ഒരു ദിവസം 350 രൂപ വെച്ചിട്ട് നമുക്ക് എത്ര രൂപ ലഭിക്കും? 700 രൂപ ശമ്പളത്തിൻ്റെ കൂട്ടത്തിൽ ലഭിക്കുന്നതായിരിക്കും. പിന്നീട് പറയുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ അനുമതി ലഭിച്ചാൽ 1095 ദിവസം കഴിഞ്ഞ് സ്ഥിരപ്പെടുത്തുകയും സഹകരണ സംഘം ക്ലർക്കുമാരുടെ ശമ്പള സ്കെയിലിൽ സ്ഥിരപ്പെടുത്തുകയും ചെയ്യും. 790 ദിവസമെങ്കിലും ഹാജരുള്ളവരെയാണ് സ്ഥിര നിയമനത്തിന് പരിഗണിക്കുന്നത്. 1095 ദിവസം എന്ന് പറയുന്നത് 3 വർഷമാണ്. 3 വർഷം കഴിഞ്ഞാൽ കേന്ദ്ര സർക്കാരിൻ്റെ അനുമതി ലഭിക്കുകയാണെങ്കിൽ സ്ഥിരപ്പെടുത്തുകയും സഹകരണ സംഘം ക്ലർക്കുമാരുടെ ശമ്പള സ്കെയിലിൽ നമ്മളെ സ്ഥിരപ്പെടുത്തുകയും അതുപോലെ തന്നെ അതിൻ്റെ ആനുകൂല്യങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് ലഭിക്കുന്നതായിരിക്കും സ്ഥിരപ്പെടുത്തി കഴിഞ്ഞാൽ. അതിന് 3 വർഷം കഴിയണം. 3 വർഷം കഴിഞ്ഞിട്ടാണ് സ്ഥിരപ്പെടുത്തുകയാണെങ്കിൽ സ്ഥിരപ്പെടുത്തുള്ളൂ. അതിനൊരു നിബന്ധന എന്നുള്ള രീതിക്ക് പറയുന്നത് 790 ദിവസമെങ്കിലും ഹാജരുള്ളവരെയാണ് സ്ഥിര നിയമനത്തിനായിട്ട് പരിഗണിക്കുന്നത്. ഈ ഒരു 1095 ദിവസത്തിൽ 790 ദിവസമെങ്കിലും വർക്ക് ചെയ്ത ആളുകളെയാണ് എന്ത് ചെയ്യുന്നത്? സ്ഥിര നിയമനത്തിനായിട്ട് പരിഗണിക്കുന്നത്. പിന്നെ പറയുന്നത് ജനമൈത്രി അഗ്രികൾച്ചറൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ അതാത് ബ്രാഞ്ച് മാനേജർമാരുടെ ശുപാർശയും ഓരോ ഗ്രാമസേവകൻ്റെ സർവീസ് ബുക്ക് മാർക്കിൻ്റെ അടിസ്ഥാനവും സ്ഥിര നിയമനത്തിന് യോഗ്യതയാണ്. അതായത് ഏത് ബ്രാഞ്ചിലാണോ നമ്മൾ വർക്ക് ചെയ്യുന്നത് ആ ബ്രാഞ്ച് മാനേജറുടെ ശുപാർശ, അതുപോലെ ഓരോ ഗ്രാമസേവകനും ഒരു പ്രോഗ്രസ് കാർഡ് പോലെ ഒരു സർവീസ് ബുക്ക് ഉണ്ടാവും. അതിൽ മാർക്കിൻ്റെ അടിസ്ഥാനവുമാണ് ഈ ഒരു സ്ഥിര നിയമനത്തിൻ്റെ യോഗ്യത എന്ന് പറയുന്നത്. 790 ദിവസമെങ്കിലും ഹാജരുണ്ടായിരിക്കണം, പിന്നെ ബ്രാഞ്ച് മാനേജറുടെ ശുപാർശ, പിന്നെ ഗ്രാമസേവകൻ്റെ സർവീസ് ബുക്കിലെ മാർക്കിൻ്റെ അടിസ്ഥാനം. പിന്നെ പറയുന്നത് കേന്ദ്ര സഹകരണ രജിസ്ട്രാറുടെ അനുമതിയോടെയായിരിക്കും സ്ഥിരപ്പെടുത്തൽ. എന്നാൽ സ്ഥിരപ്പെടുത്തുമെന്ന ഒരു വാഗ്ദാനമൊന്നും ഇവർ പറയുന്നില്ല. 1095 ദിവസം ഗ്രാമസേവകർക്ക് നൽകുന്ന ശമ്പളവും യാത്രാബദ്ധയുടെയും ഒരു നിശ്ചിത ശതമാനം മാത്രമാണ് ജനമൈത്രി അഗ്രികൾച്ചറൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ കേന്ദ്ര വിഹിതമായിട്ട് ലഭിക്കുന്നത്. ബാക്കി തുക അതാത് ബ്രാഞ്ചിൻ്റെ പ്രവർത്തനത്തിലൂടെ ലഭിക്കുന്ന ലാഭത്തിൽ നിന്നാണ് നൽകേണ്ടത്. അതായത് ഇതിൽ പറയുന്നത് ഇപ്പോൾ ഈ ഒരു 1095 ദിവസം ഗ്രാമസേവകർക്ക് നൽകുന്ന സാലറിയും യാത്രാബദ്ധയൊക്കെ ഒരു നിശ്ചിത ശതമാനം മാത്രമാണ് കേന്ദ്ര വിഹിതമായിട്ട് ലഭിക്കുന്നുള്ളൂ. ബാക്കി തുക ആ ഒരു ബ്രാഞ്ചിൻ്റെ പ്രവർത്തനത്തിൽ നിന്ന് കിട്ടുന്ന ലാഭത്തിൽ നിന്നാണ് നൽകേണ്ടത്. അതുകൊണ്ട് തന്നെ എന്താണ് ജനമൈത്രി അഗ്രികൾച്ചറൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പ്രവർത്തനം ലാഭകരമായിട്ട് മുന്നോട്ട് പോകുവാനായിട്ട് ഓരോ ഗ്രാമസേവകൻ്റെയും സഹായ സഹകരണം അതാത് ബ്രാഞ്ചിന് നൽകണം. ഗ്രാമസേവകർക്ക് ഒരു തരത്തിലുള്ള ടാർഗറ്റുകളും ഉണ്ടായിരിക്കില്ല. ഇതെടുത്തു പറയുന്ന ഒരു കാര്യമാണ്. അതായത് ഗ്രാമസേവകന് ഒരു തരത്തിലുള്ള ടാർഗറ്റുകളും ഉണ്ടായിരിക്കുന്നതല്ല. ജനമൈത്രി അഗ്രികൾച്ചറൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ബൈലോ പ്രകാരമോ ഗ്രാമസേവകന്റെ പ്രവൃത്തി മൂലമോ അനധികൃത ഇടപെടലോ ശ്രദ്ധയിൽപ്പെട്ടാൽ ജനസേവകനെ 7 ദിവസത്തെ നോട്ടീസ് നൽകി വിവരം ധരിപ്പിച്ച് മറുപടി തൃപ്തികരമല്ലെങ്കിൽ പിരിച്ചുവിടുന്നതിന് അതാത് ബ്രാഞ്ച് മാനേജർക്കോ ജനമൈത്രി അഗ്രികൾച്ചറൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഉന്നത ഉദ്യോഗസ്ഥർക്കോ അധികാരമുള്ളതാണ്. അതായത് ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഒരു ടാർഗറ്റ് ഉണ്ടായിരിക്കില്ല.
ഇപ്പോൾ ഈ ജനമൈത്രി അഗ്രികൾച്ചറൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ബൈലോ പ്രകാരം അല്ലെങ്കിൽ സേവകൻ്റെ പ്രവൃത്തി മൂലമോ എന്തെങ്കിലും അനധികൃത ഇടപെടലൊക്കെ ശ്രദ്ധയിൽ പെട്ട് കഴിഞ്ഞാൽ ഈ ഒരു ജനസേവകനെ 7 ദിവസത്തെ നോട്ടീസ് നൽകിയിട്ട് വിവരം ധരിപ്പിച്ചിട്ട് അവരുടെ മറുപടി ലഭിക്കുന്നത് തൃപ്തികരമല്ല എന്നുണ്ടെങ്കിൽ അവരെ പിരിച്ചുവിടാൻ അതാത് ബ്രാഞ്ച് മാനേജർക്കോ അല്ലെങ്കിൽ ജനമൈത്രി അഗ്രികൾച്ചറൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഉന്നത ഉദ്യോഗസ്ഥർക്കോ അധികാരമുണ്ട്. പിന്നെ ഒരു കാര്യം പറയുന്നത്, തെരഞ്ഞെടുക്കപ്പെടുന്നവർ അവർക്കുള്ള യൂണിഫോം സ്വന്തമായിട്ട് തയ്ച്ചുപയോഗിക്കണം. അതിനുള്ള പാറ്റേൺ നൽകുന്നതാണ്. അതായത് ജനസേവകന് എന്തുണ്ട്, ഒരു യൂണിഫോം ഉണ്ട്, അതിനുള്ള പാറ്റേൺ ഇവർ നൽകും. പക്ഷെ അത് സ്വന്തമായിട്ട് തയ്ച്ചുപയോഗിക്കണം. സ്ത്രീകൾക്ക് സാരിയോ ചുരിദാറോ ഉപയോഗിക്കാം. പുരുഷന്മാർക്ക് കറുത്ത പാൻസും ക്രീം ഷർട്ടുമാണ് യൂണിഫോം. കറുത്ത പാൻസും ക്രീം ഷർട്ടുമാണ് യൂണിഫോം. കുറഞ്ഞത് 2 സെറ്റെങ്കിലും ഉണ്ടായിരിക്കണം എന്ന് ഇതിൽ പറയുന്നുണ്ട്. കുറഞ്ഞത് 2 സെറ്റെങ്കിലും ഉണ്ടായിരിക്കണം. സ്ത്രീകൾക്ക് സാരിയോ ചുരിദാറോ ഉപയോഗിക്കാം. പുരുഷന്മാർക്ക് കറുത്ത പാൻസും അതുപോലെ ക്രീം കളർ ഷർട്ടുമാണ് യൂണിഫോമായിട്ട് ഇവർ പറയുന്നത്. പിന്നെ പറയുന്നത്, ഓരോ ജീവനക്കാരനും ജനമൈത്രി അഗ്രികൾച്ചറൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ID കാർഡ് ഉണ്ടാവും. 300 വിസിറ്റിംഗ് സ്റ്റിക്കർ കാർഡ് ഉണ്ടാവും. അത് നമ്മൾ പോകുന്ന വീടുകളിൽ ഭിത്തിയിൽ ഒട്ടിച്ച് വെക്കാനാണ്. 300 വിസിറ്റിംഗ് സ്റ്റിക്കർ കാർഡും ID കാർഡും ഉണ്ടാവും. അതുപോലെ തന്നെ ഓരോ ഗ്രാമസേവകനും സൊസൈറ്റി ബ്രാഞ്ചിൽ നിന്നും സിം കാർഡ് നൽകും. ആയതിന് 3 മാസത്തെ ചാർജായിട്ട് 600 രൂപ തിരഞ്ഞെടുക്കപ്പെടുന്ന ഗ്രാമസേവകൻ ബ്രാഞ്ചിൽ അടയ്ക്കേണ്ടതാണ്. അതായത് നമുക്ക് ID കാർഡ് ഉണ്ടാവും. പിന്നെ ഒരു 300 വിസിറ്റിംഗ് സ്റ്റിക്കർ കാർഡ് ഉണ്ടാവും. അത് വീടുകളിൽ ഒട്ടിച്ചു വെക്കാനാണ്. പിന്നെ തിരഞ്ഞെടുക്കപ്പെടുന്ന ഓരോ ഗ്രാമസേവകനും ബ്രാഞ്ചിൽ നിന്നും സിം കാർഡ് നൽകുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് 3 മാസത്തെ റീചാർജ് തുകയായിട്ട് 600 രൂപ തിരഞ്ഞെടുക്കപ്പെടുന്ന ആൾ ബ്രാഞ്ചിൽ അടയ്ക്കേണ്ടതാണ്. പിന്നെ പറയുന്നൊരു കാര്യം, ഓരോ ഗ്രാമസേവകനും കൃത്യമായിട്ട് നിശ്ചിത വീടുകളിൽ മുൻ തീരുമാനപ്രകാരം എത്തുന്നുവെന്ന് സൊസൈറ്റി ബ്രാഞ്ചിനെ ബോധ്യപ്പെടുന്നതിന് ഓരോ ഗ്രാമസേവകൻ്റെയും അധീനതയിലുള്ള വീടുകളിൽ ഒരു അറ്റൻഡൻറ്റ് ബോക്സ് അല്ലെങ്കിൽ ഒരു കോയിൻ ബോക്സ് സ്ഥാപിക്കുന്നുണ്ടാവും. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഗ്രാമസേവകനുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ളൊരു സാമ്പത്തിക സഹായം വാങ്ങിയിട്ടുള്ളവർ അതിൻ്റെ തിരിച്ചടവിന് വേണ്ടിയിട്ടുള്ള തുക ഈ ഒരു ബോക്സിൽ ഇടുകയും അല്ലാത്ത അംഗങ്ങൾക്ക് ഒരു സ്ഥിര നിക്ഷേപമായിട്ട് ചില്ലറ പൈസ അടക്കം ഈ ഒരു ബോക്സിൽ നിക്ഷേപിക്കാനും അതിലൂടെ ഒരു സ്ഥിര നിക്ഷേപം ഉണ്ടാക്കുവാനും ഈ ഒരു ബോക്സ് ഉപയോഗിക്കുന്നു. അതായത് ഒന്നല്ലെങ്കിൽ ഇപ്പോൾ ഗ്രാമസേവകൻ്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും സാമ്പത്തിക സഹായം മേടിച്ചിട്ട് ആളുകൾക്ക് ഒരു തിരിച്ചടവ് എന്നോണം, അല്ലാത്തവർക്ക് ഒരു സ്ഥിര നിക്ഷേപം എന്നോണം ഇതിൽ ചില്ലറ പൈസ അടക്കം നിക്ഷേപിക്കാൻ പറ്റും. ഈ ബോക്സിലെ ചില്ലറ തുട്ടുകൾ എടുത്ത് കസ്റ്റമറെ ബോധ്യപ്പെടുത്തി കസ്റ്റമർക്ക് നൽകിയിട്ടുള്ള പാസ്ബുക്കിൽ വരവ് ചെയ്ത് നൽകുകയും ഗ്രാമസേവകൻ്റെ മൊബൈലിലുള്ള സോഫ്റ്റ്വെയറിൽ ഇത് ആഡ് ചെയ്യുകയും വേണം. തത്സമയം തന്നെ ഈ വിവരം നിശ്ചിത കസ്റ്റമർ അറിയുകയും അതേസമയം തന്നെ ബ്രാഞ്ചിൽ അത് രേഖപ്പെടുത്തുകയും ചെയ്യുമ്പോഴാണ് ഈ ഗ്രാമസേവകൻ്റെ ഹാജർ അവിടെ രേഖപ്പെടുത്തുന്നത്. ഇത്തരത്തിൽ രേഖപ്പെടുത്തുമ്പോൾ തീയതി, സമയം, ദിവസം, പ്രദേശം എന്നിവ ഓട്ടോമാറ്റിക്കായിട്ട് അറ്റൻഡൻസ് ബുക്കിൽ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു രീതിയിലാണ് അവർ അറ്റൻഡൻസ് ഉറപ്പുവരുത്തുന്നത്. ഇതിലൂടെ ലഭിക്കുന്ന നിക്ഷേപത്തിൻ്റെ ലാഭവിഹിതം ഗ്രാമസേവകൻ്റെ ശമ്പളം, യാത്രാഭത്ത, ഇൻഷുറൻസ്, PF, ഇൻസെൻറ്റീവ്, ഗ്രാറ്റുവിറ്റി, പെൻഷൻ എന്നീ ആവശ്യങ്ങൾക്ക് മാത്രം ഉപയോഗിക്കും. അതായത് ഈ ഒരു കോയിൻ ബോക്സ് വഴിയൊക്കെ ഇങ്ങനെ ഇത്തരത്തിൽ ലഭിക്കുന്ന പൈസ എന്തിനാണ് അവർ ഉപയോഗിക്കുന്നത്? ഗ്രാമസേവകൻ്റെ ശമ്പളത്തിനോ യാത്രാഭത്തയ്ക്കോ ഇൻഷുറൻസ്, PF, ഇൻസെൻറ്റീവ്, ഗ്രാറ്റുവിറ്റി, പെൻഷൻ എന്നീ ആവശ്യങ്ങൾക്ക് മാത്രം ഉപയോഗിക്കും. പിന്നെ പറയുന്നുണ്ട്, ജനമൈത്രി അഗ്രികൾച്ചറൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പുതിയ ബ്രാഞ്ചുകൾ കേരളത്തിൽ തുടങ്ങുന്ന സമയത്ത് അവിടെയുള്ള ഒഴിവുകളിലേക്ക് വിദ്യാഭ്യാസ യോഗ്യത, പ്രായം, ഏരിയ അനുസരിച്ചിട്ട് താല്പര്യമുള്ള ഗ്രാമസേവകയെ നിയമിക്കുന്നതാണ്. ഓരോ ഗ്രാമസേവകനും അവരുടെ വീടിനോട് ചേർന്നുള്ള, അതായത് 4 സൈഡുകളിലായിട്ടുള്ള ഏരിയയിൽ 200 മുതൽ 300 വീടുകളിലാണ് സേവനങ്ങൾ എത്തിക്കേണ്ടത്. ഇപ്പോൾ ഗ്രാമപ്രദേശത്താണെങ്കിൽ 200 വീടുകളും, ഇപ്പോൾ അതിലെടുത്ത് പറയുന്നുണ്ട് അവർ ഇടുക്കി, വയനാട്, കാസർഗോഡ് ജില്ലകളിലൊക്കെ 200 വീടുകളായിരിക്കും ഒരു ഗ്രാമസേവകന്. ഇപ്പോൾ അർബൻ ഏരിയകളാണെങ്കിൽ 250 വീടുകളും, ടൗൺ പ്രദേശങ്ങൾ അല്ലെങ്കിൽ ലയങ്ങൾ, ചേരികളിലൊക്കെ ആണെങ്കിൽ 300 വീടുകളാണ് ഒരു ഗ്രാമസേവകൻ്റെ അധികാര പരിധിയിൽ വരുന്നത്. ഈ വീടുകൾ തിരഞ്ഞെടുക്കുന്നതിന് താങ്കളുടെ പ്രവർത്തനത്തിൻ്റെ ഭാഗമാക്കുന്നതിനും തിരഞ്ഞെടുക്കപ്പെടുന്ന ഗ്രാമസേവകൻ്റെ പരിധിയിലുള്ള ജനപ്രതിനിധികളുടെ അല്ലെങ്കിൽ വിവിധ രാഷ്ട്രീയ നേതാക്കളുടെ അല്ലെങ്കിൽ ജനമൈത്രി അഗ്രികൾച്ചറൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ജീവനക്കാരുടെ അടക്കം എല്ലാവരുടെയും സഹായം തേടാവുന്നതാണ് എന്നും ഇവർ പറയുന്നുണ്ട്.
പിന്നീട് പറയുന്ന ഒരു കാര്യം, സഹകരണ സംഘങ്ങൾ എന്ന് പറയുന്നത് 2 തരത്തിലാണ് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നത്. ഒന്ന് കേന്ദ്ര സഹകരണ ബാങ്കുകളും രണ്ടാമത്തേത് സംസ്ഥാന സഹകരണ ബാങ്കുകളും. 2 തരത്തിലാണ് കേന്ദ്ര സഹകരണ ബാങ്കും സംസ്ഥാന സഹകരണ ബാങ്കും. കേന്ദ്ര സഹകരണ ബാങ്ക് വരുന്നതിന് മുമ്പ് കേന്ദ്ര കൃഷി വകുപ്പിൻ്റെ കീഴിൽ നിന്നും രജിസ്ട്രേഷൻ എടുത്തിട്ടുള്ള മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികളുടെ കൃത്യമായ ഓഡിറ്റ് നൽകിയിട്ടുള്ളവയെ കേന്ദ്ര സഹകരണ മന്ത്രാലയത്തിന് കീഴിൽ അംഗമാക്കുന്നതാണ്. അതിനുശേഷമേ ഇത്തരത്തിലുള്ള സംഘങ്ങൾ പൂർണ്ണമായിട്ടും കേന്ദ്ര സഹകരണ സംഘമായിട്ട് മാറുകയുള്ളൂ. ഇപ്പോൾ ഏതൊക്കെ സംസ്ഥാനം പ്രവർത്തന ഏരിയ ആക്കി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ ആ സംസ്ഥാനത്തെ കേന്ദ്ര സഹകരണ ബാങ്കിൻ്റെ ബ്രാഞ്ചുകൾ തുടങ്ങാം. ഇങ്ങനെ തുടങ്ങുന്ന ഓരോ ബ്രാഞ്ചിലും പ്രാദേശിക ബ്രാഞ്ച് ഭരണസമിതികളെ ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുക്കണം. ഈ ഒരു ഭരണസമിതി വഴിയായിരിക്കും ആ ബ്രാഞ്ചിൻ്റെ പ്രവർത്തനം നടക്കുന്നുണ്ടാവുക. ഇപ്പോൾ ഒരു ഏരിയയിൽ ഒരു സഹകരണ ബാങ്കിൻ്റെ ബ്രാഞ്ച് തുടങ്ങുകയാണെങ്കിൽ ഓരോ ബ്രാഞ്ചിലും പ്രാദേശികമായിട്ടൊരു ഭരണസമിതി ഉണ്ടാക്കിയെടുക്കണം. അതും ജനാധിപത്യ രീതിയിലായിരിക്കണം തിരഞ്ഞെടുക്കേണ്ടത്. ഈ ഒരു ഭരണസമിതി വഴിയായിരിക്കും ആ ബ്രാഞ്ചിൻ്റെ പ്രവർത്തനം നടക്കുന്നുണ്ടാവുക. ഇപ്പോൾ 118 രൂപ നൽകി അതാത് ബ്രാഞ്ചിൽ അംഗമാകുന്നവരുടെ ഇടയിൽ നിന്നും വോട്ടിങ്ങിലൂടെയാണ് ബ്രാഞ്ച് ഭരണസമിതിയെ തിരഞ്ഞെടുക്കുന്നത്. സൊസൈറ്റി ജീവനക്കാർക്കോ അല്ലെങ്കിൽ ഗ്രാമസേവകൻ അല്ലെങ്കിൽ ഗ്രാമസേവികമാർക്കോ ഭരണസമിതിയിലേക്ക് മത്സരിക്കാൻ നിയമപരമായി സാധുതയില്ല. അതായത് സൊസൈറ്റിയിലെ ജീവനക്കാർക്കോ അല്ലെങ്കിൽ ഈ ഒരു ഗ്രാമസേവകൻ അല്ലെങ്കിൽ ഗ്രാമസേവികമാർക്കോ ഭരണസമിതിയിലേക്ക് മത്സരിക്കാൻ നിയമപരമായിട്ടൊരു സാധുതയില്ല. ഒരു ബ്രാഞ്ചിൽ 1000 അംഗങ്ങളായാൽ മാത്രമാണ് തെരഞ്ഞെടുപ്പ്. അതായത് ഒരു ബ്രാഞ്ചിൽ 1000 അംഗങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുകയുള്ളൂ എന്ന് ഇവരിതിൽ പറയുന്നുണ്ട്. പിന്നീട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ തിരഞ്ഞെടുക്കപ്പെടുവാൻ മത്സരിക്കുന്നവർക്ക് സൊസൈറ്റി ബൈലോ അനുസരിച്ചുള്ള ഒരു ഷെയർ എങ്കിലും ഉണ്ടായിരിക്കണം. ഇത്തരത്തിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന അംഗങ്ങൾക്ക് ജനമൈത്രി അഗ്രികൾച്ചറൽ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ബൈലോ പ്രകാരം ഈ ബ്രാഞ്ചിൻ്റെ ലാഭവിഹിതം ലഭിക്കുന്നുണ്ടാവും. ഇത്തരത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട ബ്രാഞ്ച് ബോർഡ് പ്രസിഡന്റുമാർ, ബ്രാഞ്ച് മാനേജർമാർ, ഷെയർ ഹോൾഡർമാർ ഇവരെല്ലാവരും കൂടി വോട്ടിങ്ങിലൂടെ തിരഞ്ഞെടുക്കുന്ന ബോഡിയാണ് സംസ്ഥാനതല ഡയറക്ടർ ബോർഡ്. ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുവാൻ ഒരു ഷെയറിന് ഒരു വോട്ട് എന്ന രീതിയിൽ എല്ലാ ഷെയർ ഉടമകൾക്കും അധികാരമുണ്ട്. അതായത് ഒരു ഷെയറിന് ഒരു വോട്ട് എന്ന രീതിയിൽ ഈ സംസ്ഥാനതല ഡയറക്ടർ ബോർഡിൻ്റെ തീരുമാനം അല്ലെങ്കിൽ നിർദ്ദേശപ്രകാരമാണ് ഒരു ബ്രാഞ്ച് തല പ്രവർത്തനം നടക്കുന്നത്.